അയ്യോടാ, എന്തൊരു സുഖമായിട്ടാ കിടന്ന് ഉറങ്ങണത്. രാവിലെ തന്നെ അമ്മ വന്ന് എൻ്റെ ഉറക്കം കളഞ്ഞ്, എന്നിട്ട് ഈ മോൻ്റെ ഉറക്കം കളഞ്ഞിട്ടില്ല. എടാ പഠിച്ചടാ, എഴുന്നേറ്റ്. എന്താടി കുരുക്ക്, മനുഷ്യനെ ഉറക്കാനും സമയക്കൂല നീ. അങ്ങനെ ഞാൻ ഉറങ്ങാത്തപ്പോ താനും ഉറങ്ങണ്ട. അമ്മ എന്നെ ഉറക്കേണ്ടില്ല എന്ന്. അതാ ഞാൻ തന്നെ വന്ന് എഴുന്നേപ്പിച്ചത്. പോവണ്ടേ, ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാ മതിയോ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. അത് ഞാൻ മറന്നു. നിനക്ക് അമ്മക്കച്ഛനും പോയപ്പല്ലേ, ഞാൻ വരണമെന്നുണ്ടോ? വരണം. നീ ഇവിടെ പണിക്കൊന്നും പോവാണ്ട് അവന്മാരായിട്ട് കറങ്ങിയെടുക്കാനല്ലേ? വേഗം റെഡിയായി താഴേക്ക് വാ. ഓ, ഈ തന്തപ്പൊടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാച്ചനും പറഞ്ഞു വന്നത് ഞാനിവിടെ. ഒന്നും പറയണ്ട, നിനക്ക് എന്നെ നല്ലോണം അറിയാലോ. റെഡിയായി വേഗം താഴേക്ക് വാ. കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇനി റെഡിയായി താഴോട്ട് വരാലോ. ചേട്ടാ, ഇതെന്തൊരു കഷ്ടമാണ്. വെറുതെ ഇരുന്നങ്ങ് ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഒന്ന് വെറുതെ ഇരിക്കാൻ സമയത്തിനെതിരെ. കുറെ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ടെ. ഇവരുടെ ചെറുപ്പത്തിൽ എപ്പോഴോ പോയതാ, പിന്നെ തറവാട്ടിലോട്ട് പോയിട്ടില്ല. ഇപ്പോ കൃഷ്ണേട്ടന്റെ മൂത്ത ചേട്ടൻ മുംബൈയിൽ നിന്ന് വരുന്നുണ്ടേ. ഇപ്പോ മോളെ കല്യാണം തോർപ്പിച്ച് വെച്ചേക്കുവാണ്. ആ കുട്ടിക്കാണെങ്കിലും നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന്. അപ്പോ കല്യാണം തറവാട്ടിൽ വെച്ചായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും കൂടുക. അതാണ് ഞങ്ങളും പോണം. അപ്പം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവത്തില്ല. നീ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഇവിടെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയത് നീ ഒരാള് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊന്ന്, ഞാനില്ല ഇവിടെ നോക്കാൻ. ഞാൻ റെഡി, പോവാം. ആ, ഇതായി ലച്ചുവമ്മൻ. എന്താടി രാവിലെ തന്നെ ഇവിടെ നീ? ഞാൻ അമ്പിയമ്മ പറഞ്ഞിട്ട് വന്നത് ഈ വീടൊക്കെ നോക്കാൻ. നിങ്ങൾ പോയി വരുമ്പോഴത്തേക്കും ഈ വീടിന്റെ കാവലേൽപ്പിച്ചേക്കുന്നത് എന്നെയാണ്. ഈശ്വര, അമ്മ നിങ്ങൾ എന്ത് ചെയ്താണ് ഈ കാണിച്ചത്? കള്ളിയുടെ കയ്യിലാണ് കൊണ്ടുപോയി താക്കോല് കൊടുക്കുന്നത്. ഇത് കേട്ട അമ്പിയമ്മ. ട്ടാ, നിനക്ക് എന്താടാ ആ കൊച്ചിനായിട്ട് തല്ലുപിടിച്ചില്ലേ സമാധാനം വരണ്ടേ? കറിപ്പോയിരിക്കും ചെല്. അവൻ പറഞ്ഞത് കാര്യം നോക്കണ്ട നീ. ശരിയെന്ന് പോയിട്ട് വരാനാണ്. അഞ്ജലി ചേച്ചി, ദേ മുത്തശ്ശി താഴേക്ക് വിളിക്കുന്നുണ്ട് ചേച്ചീനെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മുത്തശ്ശിയോടൊന്ന് പറഞ്ഞിച്ചല്ലേ. ഓക്കെ ചേച്ചി. परदेसी परदेसी जाना नहीं मुझे छोड़ के मुझे छोड़ के. എങ്ങനെയുണ്ട് എന്റെ ഗാനം? സത്യം പറയല ചേട്ടാ, എന്റെ ജീവിതത്തില് ഇത്രയും വൃത്തികെട്ട രീതിക്ക് ഒരാളും പാടുന്നത് ഞാൻ ലൈഫിൽ കേട്ടിട്ടേയില്ല. അതെ, എനിക്കും അതേ പറയാനുള്ളൂ. ചേട്ടൻ ഇനി ആരുടെ മുമ്പിൽ ചെന്ന് പാടാതിരിക്കണേക്കും നല്ലത്. വാടി, നമുക്ക് പോവാം. പോ, ഒരു ദിവസം നീയൊക്കെ ഈ നല്ല ഗായകൻ തിരിച്ചറിയും. അപ്പൊ ഞാൻ കാണിച്ചുതരാം. നീയൊക്കെ എന്റെ പുറകെ ഒരു ഓട്ടോഗ്രാഫിന് ഓടി നടക്കും. അപ്പൊ കാണിച്ചു തരാം ഈ ആപ്പി ആരാണെന്ന്. ആ കാലം ഈ ജന്മത്തുണ്ടാകത്തില്ല. ഓ മൈ ക്യൂട്ടി ഡാഡ്. ബാക്കിൽ വന്ന് നിൽക്കുന്നതാണോ പേടിപ്പിക്കാൻ വേണ്ടിട്ട്? എടാ കൊരങ്ങ, നിന്റെ ആ വെളുത്തിരിക്കുന്ന മുഖത്ത് ഞാൻ ചോപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ മര്യാദ കാര്യശല്യപ്പെടുത്താണ്ട് ഒരു മൂലക്ക് ആ ഫോണായിട്ട് വല്ലയിടത്തും പോയിരുന്നോ? വെറുതെ നാട്ടുകാരെ അതും ഇതും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണോ മതി. ഇത് കണ്ടോ ഗേൾസ്, നിങ്ങൾ ഇത് കാണണം. സ്വന്തം അച്ഛനാണെങ്കിൽ സ്വന്തം മോൻ ഇങ്ങനെയൊക്കെ പറയൂ? ഇങ്ങനെയൊക്കെ ഞാൻ എവിടുന്നോ കളഞ്ഞു കിട്ടിയത്. അത് 100% ഉറപ്പാ. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും ഞാൻ പെരുമാറത്തില്ല. വെരി ബാഡ് ഡാഡി, വെരി ബാഡ്. സത്യത്തിൽ നീ അത് തിരിച്ചറിഞ്ഞോളാണ് കഴിവേറി പോലെ. നിന്നെ ഞാനൊരു ചെമ്മീൻ കാറ്റിൽ എടുത്ത് വളർത്തിയതാടാ. സോറി മോനെ, സോറി. ബെസ്റ്റ്. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. എൻ്റെ ഈശ്വര, ഇതിനെ കൊണ്ടുവന്നാളെ എന്നെ നീ ഇട്ടത്. എങ്ങനെയാലും ഇവരിൽ നിന്നൊരു മോചനം തരാൻ പറ്റുമോ?
പിന്നെ അങ്ങോട്ട് എടുത്താലും മതി, എനിക്ക് ഒരു പ്രശ്നമില്ല. നേരത്തെ കൊണ്ടുപോയെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോളാം. ഇത് നിങ്ങൾ അവിടെ കിടക്കണേ നല്ല താത്ത. മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നോ? ആ മോളെ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മടക്കാൻ സഹായിക്കുവോ? എല്ലാവരും അടുക്കളയിലെ പണിയില്ല. ഇത് ഇന്നലെ തൊട്ട് അവിടെ അഴയെ കിടക്കണാണ്. ഞാനാ ഇപ്പൊ എടുത്തോണ്ട് വന്നത്. അതിനെന്താ, ഞാൻ മടക്കി വെച്ചോളാം ഇതൊക്കെ. പിന്നെ മോളോടൊരു കാര്യം ചോദിച്ചോട്ടെ മുത്തശ്ശി, മോൾക്ക് ഈ കല്യാണത്തിന് ശരിക്കും സമ്മതമാണോ? സമ്മതമാണോ? നീ മുത്തശ്ശിയോട് കള്ളം പറയണ്ട അഞ്ജലി. നിന്റെ അമ്മേന ഇവിടെ എന്റെ മോൻ കെട്ടിക്കൊണ്ടുവന്ന കാലം തൊട്ടേ അറിയാൻ. അവൾ നിർബന്ധിച്ചിട്ടല്ലേ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്റെ മോന് പോലും ഈ കല്യാണത്തിന് താല്പര്യമില്ല. മോളെ അഞ്ജലി, നിനക്ക് ഇനിയും സമയമുണ്ട് ഈ കല്യാണത്തിന് പിന്മാറാൻ. ഞങ്ങൾ ആരും നിന്റെ കല്യാണം മുടക്കാനല്ല നോക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ആർക്കും, നിന്റെ മാമന്മാർക്ക് ആർക്കും ഈ കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല. നീ ശരിക്കും ആലോചിക്കും. മറ്റേ മുത്തശ്ശിയോട് വന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അല്ലാണ്ട് എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമൊന്നുമല്ല. എനിക്ക് പൂർണ്ണ സമ്മതമായിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്താണ് മുത്തശ്ശിയും പേരക്കുട്ടി ഇവിടെ ഒരു സംസാരം? ഞാൻ എന്റെ പേരക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അവിടുത്തെ. ഇതെന്താടി, നീ എന്താ ഈ ഉടുപ്പ് മടക്കുന്നത്? അമ്മക്ക് എന്താണ്, അമ്മ ഇതൊക്കെ എന്തിനാ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണത്? അവളിപ്പോ ചെയ്തെന്ന് വെച്ചാൽ എന്താ? അവൾ എന്നെ സഹായിച്ചതാണ്, അല്ലാണ്ട് ഞാൻ അവളെ ചെയ്യിപ്പിച്ചതല്ല. കേറി അകത്തോട്ട് ഓടി. നിന്നെ കെട്ടിച്ചു വിടുന്നതേ വീട്ടിലെ വേലക്കാരത്തിയായിട്ടല്ല. ഈ പണിയൊന്നും നീ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒരു കല്യാണ പെണ്ണാ. അകത്തോട്ട് കയറിപ്പോക്കെ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലടി, ഞാൻ അഞ്ജലിനോട് സഹായം ചോദിച്ചു. അവൾ എനിക്ക് ആ ഉടുപ്പൊക്കെ ഒന്ന് മടക്കി തരുമായിരുന്നു. അതെന്റെ മരുമോൾക്ക് ഇഷ്ടായില്ല, അതാണ് പ്രശ്നം. അമ്മയ്ക്ക് എന്നെ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ മടക്കി തരാം. പിന്നെ എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ മോൾക്ക് ഈ നാട്ടിൽ വെച്ച്, ഈ തറവാട്ടിൽ വെച്ച് തന്നെ കല്യാണം വേണമെന്നുള്ളൊരു വാശി പുറത്താണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാണ്ട് പണിയെടുപ്പിക്കാനല്ല. അമ്മ അത് കാര്യമാക്കണ്ട. മോളെ വലിയ കുടുംബത്തേക്ക് കെട്ടിച്ചു വിടണേന്റെ അഹങ്കാരം. ഞാൻ അതൊന്നും കാര്യമാക്കുള്ള. എന്റെ പേരക്കുട്ടിയുടെ ജീവിതം നന്നായാ മതി. വരണം വരണം. എടാ കൃഷ്ണ, എന്റെ മോനെ, സുഖമാണടാ നിനക്ക്? എന്റെ പേരക്കുട്ടികള് എന്താടി വിളിച്ചിരിക്കണത്? നിനക്കെങ്കിലും അച്ഛനോടും അമ്മനോടും പറഞ്ഞ് ഇങ്ങോട്ട് ഇടക്കൊക്കെ വരാലോ. ഞാൻ പറയാറുണ്ട്, അവര് കൊണ്ടുവരാത്തതാ മുത്തശ്ശ. എനിക്ക് ഇവിടെയൊക്കെ വന്നെ ഭയങ്കര ഇഷ്ടമാണ്, മുത്തശ്ശനെ അറിയാലോ. കിരൺ മോനെ, നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എന്റെ മുത്തശ്ശിയെ നോക്കുമായിരുന്നു. ഇപ്പോഴാ 18കാരി. ടാ, പോടാ പോടാ. അവൻ പറയണ കേട്ടില്ലടി. ആ, ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ മതി. എല്ലാരും അകത്തേക്ക് വാ. നിങ്ങളോട് കൂടിയ മനുഷ്യൻ. ഞാലുട്ടാപ്പി കുട്ടിച്ചാത്തൻ മുട്ടാപ്പി കിടകളും കിടകളും എന്നെ കണ്ടോ പേടിക്കും. അവര് പേടിക്കുകയല്ല, നിന്റെ ഈ തൊരിഞ്ഞ പാട്ടേക്കുമ്പോ അവര് നിന്നെ വലിച്ചിട്ട് കീറേ ചെയ്യുള്ളൂ. സൈക്കിളിന് ഒരു പരിധിയില്ലേ? എടാ, രാവിലെ പെണ്ണുങ്ങളും ഇപ്പൊ നീയും എന്റെ പാട്ടിനെ കുറ്റം പറയുവാണടാ. നിങ്ങൾക്കൊക്കെ എന്നോടൊരു നല്ല ഗായകന് ഒന്ന് സപ്പോർട്ട് ചെയ്തോ. അത് നീ മാത്രം പറഞ്ഞ പോരാതി, ഞങ്ങൾക്കും കൂടി തോന്നണം നീ നല്ലൊരു ഗായകനാണെന്ന്. ഞങ്ങൾക്ക് നീ ഏതോ കാള കരയണ പോലെയാണ് തോന്നുന്നത്. സത്യത്തിൽ ഞാൻ പറഞ്ഞത് സത്യം. ഇവനിക്കാണെങ്കിൽ ഒരു കഴിവുമില്ല. വെറുതെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനുള്ള കഴിവ് മാത്രമേ എനിക്ക് ദൈവം കൊടുത്തിട്ടുള്ളൂ.
ഇടക്കിങ്ങനെ നീ ഇത് പോകുന്നതാ. നിന്നെയൊക്കെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇത്ര നേരം ഇരുന്നത്. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. പിന്നെ ഇവിടെ വന്നോന്ന് വിചാരിച്ചതല്ല, പിന്നെ ഒരു സദ്യ എന്തിനാ കളയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. അല്ലടാ, ചാരു വന്നിട്ടില്ലേ? എന്നാ ഞാനൊന്ന് പോയി അവളെ കണ്ടിട്ട് വരാം. നിങ്ങളുടെ ഒന്ന് കൊച്ചു വർത്താനൊക്കെ പറ. ഇവനിക്ക് എന്റെ പെങ്ങളെ കാണുമ്പോ എന്തോ ഇത്ര ഇളക്കം? നിന്റെ പെങ്ങളെ കാണുമ്പോ മാത്രമല്ല, മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോഴും ഇവനിക്ക് അതിലേറെ ഇളക്കം കൂടുതലാണ്. ഞാൻ കല്യാണ പെണ്ണിനെ കണ്ടില്ലേ? ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ നമുക്ക്. ഇല്ല, അവളെ ഞാൻ കണ്ടിട്ടില്ല. മാമന്മാരെയും മുത്തശ്ശനെയും കണ്ട് സംസാരിച്ച് നേരെ ഇങ്ങോട്ടാ വന്നത്. അവൾക്ക് നീ ഓർമ്മ ഉണ്ടാവത്തില്ലടാ. ചെറുപ്പത്തിൽ എപ്പോ പോയത് അവള്? പണ്ട് ഉണ്ണീട്ടാന്നും പറഞ്ഞ് പുറകെ നടന്ന പെങ്കൊച്ചാ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇവൻ അച്ഛൻ നമുക്ക് എന്തിന്റെ ഭ്രാന്താണ് ഈ കളവനെ കൊണ്ട് കെട്ടിയത്? അവളെക്കാളും വയസ്സ് കൂടുതലാണ്. അത് വെച്ചാൽ എന്നേലും നിന്നേലും 5 വയസ്സ്. അവൾ എന്നെ വല്ലതും കെട്ടിച്ചെന്നാൽ മതിയായിരുന്നു. ഞാൻ പൊന്നു പോലെ നോക്കിയെന്ന്. അതിന് ഈ പൊന്നിന് വിലയും കൂലിയും വല്ലതും ഉണ്ടോ അവളെ നോക്കാൻ? അതില്ല. കല്യാണം കഴിയുമ്പോ നമുക്ക് സെറ്റാക്കല്ലോ. നീ വീട്ടിലോട്ട് വാ. ഇവിടെ ഇരുന്ന് ഈ നടക്കാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ നേരം കൊണ്ട് നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. വാ. പന്നി ഇവൻ കയറി ഗോളടിച്ച. എന്താവശ്യമുണ്ടെങ്കിലും സാരൂനത്തെ ഈ സിറ്റുവേഷനെ വിളിക്കുക. എല്ലാ കാര്യത്തിലും ഞാൻ മുമ്പിലുണ്ടാവും. അതെനിക്കറിയാലോ സിദ്ധേട്ടാ, ഞാൻ വിളിച്ചോളാം. അല്ല, മറ്റുള്ളവരെവിടെ? വേറെ ആരും വന്നേന്നുമല്ലേ? അവന്മാരെ ആ പറമ്പിലുണ്ട്. കുറച്ച് കഴിയുമ്പോട്ട് വരും. അപ്പൊ കാണാലോ. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കൊടുത്ത ബീച്ചിൽ പോയാലോ? എന്തു പറയുന്നു? ഉണ്ടോ? കിരണായിട്ട് തന്നെ എവിടെ കൊണ്ടുപോകാറില്ല. താങ്ക് യു ചേട്ടാ. ഞാൻ വൈകുന്നേരം റെഡി ആയി നിൽക്കാം. കൊണ്ടുപോകണം കേട്ടോ. കോളടിച്ച് ഇത് ഇനി പിടിച്ചേച്ച് കയറി. ഉറപ്പ് നീ റെഡി ആയിരുന്നോ? നമുക്ക് 4 മണിക്ക് ബീച്ചിൽ പോവാം. നിങ്ങ മാത്രം ആക്കണ്ടെന്നേ, ഞങ്ങളും കൂടെ വരാം. വെറുതെ ഇരിക്കല്ലേ ഇവിടെ. ശരി സിദ്ധേട്ടാ, ഞാനേ പോവാ. അഞ്ചര ചേച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. പോയോ? സ്ഥരില്ല, ഞാൻ പൊക്കിക്കോളാം. നീ എന്തിനിപ്പ ഇതിൻ്റെ ഇടയിൽ വന്നത്? ഞാനൊന്ന് സെറ്റാക്കി വരുമല്ലായിരുന്നോ? അങ്ങനെ നീ ഒറ്റക്കിട്ട് സെറ്റാക്കണ്ട. ഞാനും ഇതിൽ ജോയിൻ ചെയ്യും. എനിക്കും അവളെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ നീ വഴി മറന്നു വരില്ലേ നല്ലത് മോനെ? നിന്നോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് സമയമുണ്ട്, നിനക്കോ സമയമുണ്ട്. അതുവരെ നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് അവൾ തീരുമാനിക്കട്ടെ ആരെ വേണമെന്ന്. പോരെ? നീ വെറുതെ നിന്ന് സമയം കളയണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് നോക്കാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അഞ്ജലി മാം. മനസ്സിലായോ ഈ മുഖം? മനസ്സിലായിക്കാണില്ല. ചെറുപ്രായത്തിൽ നീ പോയതല്ലേ? ആ, എന്റെ പുറകെ നീ ഉണ്ണിയേട്ടാ എന്നും പറഞ്ഞ് നടന്ന കുട്ടിയാ. കല്യാണമായി. പണ്ട് നീ എന്റെ പുറകെ ഒന്നും പോകത്തില്ലായിരുന്നു. എനിക്ക് ഉണ്ണിയേട്ടന്റെ പെരുന്നാൾ മതി, ഉണ്ണിയേട്ടന്റെ പെരുന്നാൾ മതി, കഴിച്ചാൽ മതി, കുടിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ നീ എന്നെ ഓർക്കുന്ന കൂടി ഇല്ലല്ലേ? आप ये क्या बोल रही हो? मुझे कुछ समझ नहीं आया. അല്ലേ ഹിന്ദി. എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ചൂടെ? യു നോ ഇംഗ്ലീഷ്? ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല.
സോ സാഡ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കും? അത് സാരില്ല ഉണ്ണിയേട്ടാ, നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ പോയെന്നാ കിടക്കട്ടെ. ഷോ, എനിക്കാണ് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. പഠിപ്പിക്കാൻ പറ്റിയ സമയത്ത് പഠിക്കണമായിരുന്നു. അവൾക്ക് മലയാളം അറിയില്ല. മിനിറ്റ്, അവൾ പോയി കിടക്കട്ടെ എന്നല്ല എന്നോട് പറഞ്ഞത്. വെറുതെ ഇല്ലല്ലേ നിന്റെ ഡാഡിയോട് ഡാഡി നിന്നെ പറ്റി കുറ്റം പറയുന്നത്. നീടോ മണ്ടനാണെന്ന് നീ അത് ഇവിടെ ഇപ്പൊ തെളിയിച്ചു. എടാ, ഇവളെ എന്നോട് ഹിന്ദിയിലാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ മലയാളത്തിൽ സംസാരിച്ചില്ല. ഞാൻ അവിടെ ശ്രദ്ധിക്കാനാണ്. എന്നെ പൊട്ടാനാക്കിയെന്നുള്ളത് ഞാൻ രാവിലെ കൊടുക്കുന്നുണ്ട് അവൾക്ക്. പിന്നെ നീ ഞങ്ങൾ പൊങ്ങാൻ പറഞ്ഞു വരരുത്, അനിയത്തിനെ കരയിപ്പിച്ചെന്നും പറഞ്ഞു. അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നീ അവളെ കരയിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഓർക്കണം, അവൾ പഴയ കുട്ടിയല്ല എന്നുള്ളത്. അവൾ നാളെ വേറൊരു വീട്ടിൽ കയറി ചെല്ലാനുള്ള ഒരു പെൺകുട്ടിയാണ്. ഇല്ലാണ്ട് നിന്റെ പഴയ എഞ്ചുവില്ല. ഓക്കേ, വിഷമമയോ? ഞാൻ തമാശ പറഞ്ഞതാണ്. അവൾ ഏത് വലിയ വീട് പെൺകുട്ടി പോയാലും അവള് നമ്മുടെ അഞ്ചു തന്നെയാണ്. ഇവിടെ നിന്ന് കാണാമോ പറയാണ്ട് വന്ന് കിടക്കണം. മാമന്മാര് വന്ന് പോയി കിടക്കാൻ പറഞ്ഞു നമ്മളോട്. വാ. പൊക്കി പറയാണെന്ന് വിചാരിക്കരുത് ലക്ഷ്മി. നീ ഉണ്ടാക്കുന്ന പുട്ടും കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ പിന്നെ, ഇവിടെ ഞാൻ ഈ പുട്ടും കടലുണ്ടാക്കിയ ഒറ്റ എണ്ണവും തിന്നൂല. അതിപ്പോ അവിടെ അങ്ങനെ തന്നെ. അച്ഛനും മോനും ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം വേണ്ട, പുറത്തുനിന്നുള്ളത് മതി. ഇപ്പൊ ഏതോ മന്തിയോ അങ്ങനെ എന്തോ സാധനമൊക്കെ ഉണ്ടല്ലോ, ഏത് നേരവും എല്ലാ ദിവസവും അത് വാങ്ങിക്കുന്നല്ലേ ഇവരെ പണി. ആ, ഈ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി ഒരു സംസാരം? എനിക്കിതിൻ്റെ ഇടയിൽ കയറാവോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല ചെയ്യേ. ഞാനിങ്ങനെ വീട്ടുകാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. കുറെ നാളായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്, ഓരോ വിശേഷം പറയുമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കിരണിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? അവനിക്ക് ഈ ജോലി ഇതുവരെ ആയില്ലേ? ആ നായിന്റെ മോനോട് അതല്ല, അവനോട് ഞാൻ പറഞ്ഞു കൊടുത്ത്. ജോലി കിട്ടാത്തല്ല, കിട്ടുന്നുണ്ട്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുടങ്ങിപ്പോകുന്നതാ. ഇനി അവനായിട്ട് മുടക്കണതാന്ന് പറഞ്ഞൂടാ. ഭയങ്കര മടിയനാന്നേ. എന്ത് കാര്യം ചെയ്താലാണ് കൊടുക്കത്തെ മടിയന്. അതൊക്കെ ഒരു പെണ്ണ് കിട്ടുമ്പോൾ ശരിയാവും ചേച്ചി. ലക്ഷ്മി, അതിനിത് പഴയ കാലമല്ല. ആൺകുട്ടികൾക്ക് ജോലി ഉണ്ടാവണം ഇക്കാലത്ത്. പെൺപിള്ളേരത് ചോദിക്കും. അവരും ജോലിക്ക് പോകുന്ന കാലമാണ്. ഈ ജോലിയും കൂടി ഇല്ലാത്തവർക്ക് ആര് പെണ്ണ് കൊടുക്കാനാ? അവനോട് വല്ല പണിക്കും പോകാൻ പറ അംബികയെ. അംബിക ചേച്ചി അത് കാര്യമാക്കണ്ട. ഇങ്ങനെ വർത്താനം എപ്പോഴും ഇങ്ങനെയാണ്. അതിനും ജയ പറഞ്ഞത് തെറ്റില്ലല്ലോ. എന്റെ മോന്റെ ഭാഗത്ത തെറ്റ്. അവള് പറഞ്ഞ ശരിയാ. ഇപ്പോഴത്തെ കാലത്ത് ജോലിയില്ലാത്ത ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇരിക്കും. എന്തായാലും പെണ്ണ് കിട്ടാണ്ടിരിക്കത്തൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. ആരെങ്കിലും ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും എന്റെ മോന്. അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. എപ്പോഴാ ശിവ അവര് നിശ്ചയത്തിന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞത്? ഡേറ്റ് വല്ലതും നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അവര്? ഡേറ്റിന്റെ കാര്യം ഇതുവരെ അവരൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല സർ. ഇന്ന് വിളിക്കാന്നാ പറഞ്ഞത്. ആ, അല്ല, നിശ്ചയം എന്നാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങായിരുന്നല്ലോ. അതാ അച്ഛൻ ചോദിച്ചത്. അല്ലാച്ചാ ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ നിശ്ചയത്തിന്? അല്ലെങ്കിൽ നമ്മ ഇത്ര ഫാമിലി മാത്രമായിട്ട് പരിപാടി നടത്താനാണ്? അവര് രാത്രി വിളിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരെ ഭാഗത്തുനിന്ന് എന്താ റിപ്ലൈ എന്ന് നമുക്ക് നോക്കാം. അവരെല്ലാരും വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കുറക്കണ്ട, നമുക്കും എല്ലാരും വിളിച്ചങ്ങ് നടത്താം. നിങ്ങൾ എന്റെ മക്കളെ എല്ലാരും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ എന്റെ പേരക്കുട്ടിയുടെ കല്യാണം അതാ പഠിച്ചു വിളിച്ച് തന്നെ നടത്തണം എനിക്ക്.
ആദ്യത്തെ പേരക്കുട്ടി അവളല്ലല്ലോ, നമ്മുടെ വിഷ്ണു ഇല്ലേ? അയ്യോടെ പൊട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് പേരക്കുട്ടികളിൽ ഇപ്പൊ കല്യാണം നടക്കുന്നത് അവളുടെയാണോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ മുതുക്കന്മാര് 3 എണ്ണം നിൽക്കുന്നുണ്ട്. അവരെ നിർത്തിയിട്ടാണ് ഈ പെങ്കുച്ചിന്റെ കല്യാണം ഇപ്പൊ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അവന്മാരിൽ ഏതെങ്കിലും ഒരുത്തനെയാണ് ആദ്യം കെട്ടിക്കേണ്ടത്. എന്തായാലും ഇത് കഴിയുമ്പോ വിഷ്ണുവിന്റെ കല്യാണത്തിനുള്ളത് നീ നോക്കിക്കോ. അവനെ കെട്ടിക്കാൻ നോക്ക്. ആ സാർ, അവനിക്ക് പെണ്ണെ നോക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് അവൻ വേണ്ടാന്ന് പറയണത്. ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അവന്റെ കാര്യത്തിൽ തലവെക്കാം. നിന്റെ മൂത്തമ്മര് കണ്ടില്ലേ? ഞാനിപ്പോ പിടിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നീ ആ മൂക്കും കുത്തി വീണാന്. പിന്നെ മുക്കിന് ചോര വന്ന് ആശുപത്രി കൊണ്ടുപോയി അത് ഇത്. വീണിരുന്നെങ്കി അവിടെ കിടന്നാനെ. തന്നോട് ആര് പറഞ്ഞ് എന്നെ വന്ന് പിടിക്കാൻ? അത് ശരി, ഇപ്പൊ ഞാൻ നിന്നെ പിടിച്ചതാണോ കുറ്റം? അന്നൊരു കാര്യം ചെയ്തി, നീ പോയി പിന്നെ ഓടി വന്നിട്ട് ഇവിടെ കാലിത്തട്ടി വീടി. തന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. തല്ലി പിടിക്കാനും. അതുകൊണ്ട് ബൈ. നിക്കടി, ബായി പറഞ്ഞു പോവാൻ വരട്ടെ. ഇന്നലെ രാത്രി നീ എന്നോട് ഹിന്ദി സംസാരിച്ചിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ പൊട്ടനാക്കിട്ട് പോയതേ. നീ എന്ത് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടനാണെന്ന്? ആഹാ, അതെ, പൊട്ടന് പൊട്ടൊന്നില്ലാണ്ട് പിന്നെ എന്താ വിചാരിക്ക? കറക്റ്റ് താൻ പൊട്ടനാ, ഇപ്പോഴും അപ്പോഴും. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഈ ഓടണത്? അത് ഉണ്ണിയേട്ടനൊരു പരിദൂഷണത്തള്ളന് ഓർമ്മയുണ്ടോ? ഇവിടുത്തെ പുള്ളിക്കാരത്തി വരുന്നുണ്ട്. കണ്ണിൽ പെടാണ്ടിരിക്കാൻ ഓടിയത്. ആ തള്ളേ, ആ തള്ളേന്ന് എനിക്കറിയോ, മറക്കാൻ പറ്റില്ലാക്കൊന്നുമില്ലല്ലോ. നമ്മാരും ചെയ്യാത്ത കാര്യത്തിന് ആ പെണ്ണുമ്പോഴോ നമുക്ക് നല്ല തന്നെ വാങ്ങിക്കുന്നു. അപ്പൊ അറിയാലോ നിനക്ക്, അന്ന് എവിടെയും പോയി ഒഴിക്കടാ. ആ തള്ളയുടെ കണ്ണിൽപ്പെട്ട നമ്മൾ എല്ലാത്തിനും ദിവസം ഒന്ന് പോക്കായിരിക്കും. വേഗം പോയി വിളിക്കും, ഞാൻ ചാബിനോട് പോയി പറഞ്ഞിട്ട് വരാം. ദേവികേ, പിള്ളേരൊക്കെ വന്നെന്ന് പറഞ്ഞല്ലോ. പന്ന തള്ള ഇവിടെ എത്തിയോ? ഈശ്വരാ. അതെ അതെ, പോവാൻ വരട്ടെ. നീ ഇത്രയും നേരമായിട്ട് ഞങ്ങളുടെ പിള്ളേർക്ക് ഞങ്ങൾ ആരാണ്, എന്താണ്, ഏതാണെന്ന് ഒന്നും നീ പറഞ്ഞു കൊടുത്തില്ലല്ലോ. സൗകര്യമില്ല. നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ബാക്കി എല്ലാരും ഞാൻ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുത്തി തരാം. അതെന്താ അവരെ നേരത്തെ നീ പരിചയപ്പെടുത്തി കൊടുത്തല്ലോ, ഞങ്ങള് അടുത്ത എപ്പിസോഡ്. എനിക്ക് തൊണ്ടവേദന പനിയാണ്, ഇനി വയ്യ. അയ്യടപ്പാ, അന്ന് അടുത്ത എപ്പിസോഡിൽ ഞങ്ങളെല്ലാരും പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. പൊക്കോ. വേണ്ടേ, വിശ്വസിച്ച്.